Today we will discuss about the derivative as a limit. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയും. ഒരു പോയിന്റ് x0 എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്നിപ്പോൾ പറയും. അതുപോലെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അതൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യബിൾ ആണ് എന്നിപ്പോൾ പറയും നോക്കാം. അത് നമ്മൾ ലിമിറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവിനെ എഴുതുക. Let f of x be a function whose domain contains an open interval about x0. We say that f is differentiable at x0 when the following limit exists. F dash of x0 equal to limit delta x tends to 0 delta y by delta x, which is equal to limit delta x tends to 0 f of x0 plus delta x minus f of x0 divided by delta x. അപ്പോൾ ഈ ലിമിറ്റ് ഫൈനൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡെറിവേറ്റീവ് അറ്റ് x0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് x0 എന്ന് നമുക്ക് പറയാം. അപ്പോൾ എഫ് ഡിഫറൻഷ്യബിൾ അറ്റ് x0 ആവണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ x0 എന്ന് പറയുന്ന കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലാണ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അതും കൂടെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഒരു സ്മോൾ പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം റിയൽ നമ്പറാണ്. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അധികവും സീറോയിലോട്ട് അടുത്ത് വരും. സീറോയിലോട്ട് അടുത്തുള്ളൊരു വാല്യൂ ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. where delta x is a small real number, positive or negative, which are near enough to 0 so that f of x0 plus delta x is defined and delta y equal to delta y എന്ന് പറയുന്നത് എന്താ, ഡെൽറ്റ വൈ എന്ന് പറയുന്നതാണ് ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ ആണ്. നമ്മൾ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് സാധാരണ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സിലെ ഫംഗ്ഷൻ വാല്യൂ, അതിൽ നിന്ന് എക്സ് നോട്ടിലെ ഫംഗ്ഷൻ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ദെൻ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് കോൾഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് നോട്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മളിപ്പോൾ ഡെറിവേറ്റീവിനെ ഡിഫൈൻ ചെയ്തത് അല്ലേ. ഇതാണ് ലിമിറ്റിന്റെ ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തു. അപ്പോൾ ഈ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ പല ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് കാണാനുള്ള മെത്തേഡ് നമുക്ക് ചെയ്തു നോക്കാം. എന്നുവെച്ചാൽ പല ഡെറിവേറ്റീവ്സും നമ്മൾ ഇത് വെച്ചിട്ട് കണ്ടിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് ഫംഗ്ഷൻസിന്റെ നമുക്ക് ചെയ്തു നോക്കാം. പ്രോബ്ലം ഇതാണ്. യൂസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ആൻഡ് ദ റൂൾസ് ഓഫ് ലിമിറ്റ്സ് ടു ഡിഫറൻഷിയേറ്റ് എക്സ് ക്യൂബ്. അപ്പൊ എക്സ് ക്യൂബിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ച റൂളുകളും ഡെറിവേറ്റീവിന്റെ ഫോർമൽ ഡെഫിനിഷനും യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് എക്സ് ക്യൂബ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എക്സ് നോട്ട് എന്ന് പറയുന്നത് എനി റിയൽ നമ്പർ ആണ്. എക്സ് നോട്ട് ബി എനി റിയൽ നമ്പർ. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ് അല്ലെ, പോളിനോമിയൽ ആണ് എക്സ് ക്യൂബ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് എക്സ് ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ പോളിനോമിയൽ ആയതുകൊണ്ട് പോളിനോമിയല് കണ്ടിന്യൂസ് ആണ്. എല്ലാ റിയൽ നമ്പറിലും പോളിനോമിയൽ കണ്ടിന്യൂസ് ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എന്ത് വരും, എക്സ് നോട്ട് ക്യൂബ് വരും. സിൻസ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. നിങ്ങൾ സിൻസ് എന്ന് തന്നെ എഴുതിയാൽ മതി. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ പോളിനോമിയൽ പോളിനോമിയൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. എല്ലാ റിയൽ നമ്പറിലും പോളിനോമിയൽ കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്
continuous at every real number. Continuous at every real number. And അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് ക്യൂബ് വരും. ആൻഡ് ഹെൻസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് നോട്ട് ക്യൂബ്. പിന്നെ നമ്മൾ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിക്കുക. അതിൻ്റെ ലിമിറ്റ് എടുത്താൽ മതിയല്ലോ. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിഫറൻസ് കോഷ്യൻ്റ് ആണ്. അപ്പം then the difference quotient is delta y by delta x which is equal to delta y നെ നമ്മൾ എഴുതാം f of x naught plus delta x minus f of x naught divided by delta x. ഇവിടെ f of x എന്ന് പറയുന്നത് എന്താ? എക്സ് ക്യൂബ് ആണ്. അപ്പോൾ f of x naught plus delta x എന്ന് പറയുന്നത് ഇതൊരു x naught plus delta x all cube minus x naught cube divided by delta x. ഇനി എക്സ്പാൻഡ് ചെയ്യത് ഓൾ ക്യൂബ് എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്യുക. എന്തൊരു എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എക്സ് നോട്ട് സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് സ്ക്വയർ. അപ്പോൾ ക്യൂബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ്. പ്ലസ് എക്സ് നോട്ട് ഡെൽറ്റ എക്സ് ഓൾ ക്യൂബ് മൈനസ് ഈ എക്സ് നോട്ട് ക്യൂബ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇതിൽ കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കട്ട് ചെയ്താൽ എക്സ് നോട്ട് ക്യൂബും മൈനസ് എക്സ് നോട്ട് ക്യൂബും കട്ട് ചെയ്തു. ബാക്കിയുള്ള എല്ലായിടത്തും ഒരു ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ ആ ഡെൽറ്റ എക്സ് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി വരുന്നത് ഇവിടെ 3 എക്സ് നോട്ട് സ്ക്വയർ, ഇവിടെ ബാക്കിയുള്ളത് 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ്, ഇവിടെ ബാക്കി ഡെൽറ്റ എക്സ് സ്ക്വയർ ഉണ്ടാവും ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ അത് ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ ഇങ്ങനെ 3 എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് 3 എക്സ് നോട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് സ്ക്വയർ ആയി മാറി. പിന്നെ ഡെൽറ്റ എക്സ് 0 നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിലാണ് കേട്ടോ ഇങ്ങനെ. കാരണം റീപ്ലേസിങ് റൂൾ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. റീപ്ലേസ്മെന്റ് റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ദെൻ ബൈ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദി ഡെറിവേറ്റീവ് വി ഗെറ്റ് ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് then by the formal definition of the derivative we get f dash of x naught equal to limit delta x tends to 0 delta y by delta x which is equal to limit delta x tends to 0 3x naught square 3x naught delta x plus delta x square ബൈ റീപ്ലേസ്മെന്റ് റൂൾ ഓഫ് ലിമിറ്റ്സ്. നമുക്കിത് ഒന്ന് ഡെൽറ്റ എക്സ് 0 എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും പോവും 0 ഉണ്ട്, ഇവിടെ 0 ആയി പോവും. 3x നോട്ട് സ്ക്വയർ ആയി മാറും. 3x നോട്ട് സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ ഫംഗ്ഷൻ ആണ്. യൂസിങ് കണ്ടിന്യൂറ്റി ഓഫ് റാഷണൽ functions. അതുപോലെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0 കൊടുക്കുക ഇവിടെ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. അപ്പൊ നമുക്ക് ശരിക്കും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ക്യൂബ് ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്താ? അറ്റ് എക്സ് നോട്ടില് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ആണ്. അപ്പൊ എക്സ് നോട്ടിലാണെങ്കിൽ 3x നോട്ട് സ്ക്വയർ ആണ്. അപ്പൊ അത് നമ്മളിവിടെ പ്രൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഏതൊരു ഫംഗ്ഷൻ തന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.
ക്വസ്റ്റ്യൻ ഇതാണ്. യൂസ് ദ ഫോർമൽ ഡെഫിനിഷൻ ഓഫ് ദ ഡെറിവേറ്റീവ് ആൻഡ് ദ റൂൾസ് ഓഫ് ലിമിറ്റ് ടു ഡിഫറൻഷിയേറ്റ് 1/x ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0. 1/xന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹിയർ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x വേർ എക്സ് ബി എനി റിയൽ നമ്പർ നോട്ട് ഈക്വൽ ടു 0. എക്സ് എന്ന് പറയുന്നത് 0 അല്ലാത്ത ഏതെങ്കിലും ഒരു റിയൽ നമ്പറാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷൻ ആണ് അല്ലെ. റാഷണൽ ഫംഗ്ഷൻ എപ്പോഴും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് എ റാഷണൽ ഫംഗ്ഷൻ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി നോൺ സീറോ റിയൽ നമ്പർ. അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ? എഫ് ഓഫ് എക്സ് റാഷണൽ ഫംഗ്ഷൻ ആണ്. റാഷണൽ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഡിഫറൻസ് കോഷ്യന്റ് എഴുതാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ്. ദ ഡിഫറൻസ് കോഷ്യന്റ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ ഇതെന്താ? എക്സിന്റെ ഭാഗത്ത് ഈ വാല്യൂ കൊടുക്കാം. ഈ വാല്യൂ അപ്പൊ 1 എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് 1 എക്സ് നോട്ട് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പൊ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ രണ്ട് ക്രോസ് മൾട്ടിപ്ലൈ. എക്സ് നോട്ട് മൈനസ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കണം, വിട്ടുപോകരുത്. ഡിവൈഡഡ് ബൈ ഈ എക്സ് നോട്ട് ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. പിന്നെ ഈ ഡെൽറ്റ എക്സും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിൽ കട്ട് ചെയ്യാൻ എക്സ് നോട്ട് ഉള്ളത്. ബാക്കി മൈനസ് ഡെൽറ്റ എക്സ് ഇവിടെ ഉണ്ട്. ഡെൽറ്റ എക്സ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പൊ ഇതിൽ നമുക്ക് എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ ഡെൽറ്റ എക്സ് രണ്ടിടത്ത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. എപ്പോഴാ? ഡെൽറ്റ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന കേസിൽ അല്ലെ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1 എക്സ് നോട്ട്. ഇവിടെ എക്സിലാണോ എക്സ് നോട്ടിലാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ എക്സ് നോട്ടിന് പകരം നമ്മൾ എക്സ് ഇട്ടാലും മതി കേട്ടോ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സോറി എക്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ എഴുതാം. എക്സ് നോട്ട് ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. എപ്പോഴാണ്? ഫോർ ഓൾ ഡെൽറ്റ എക്സ് നോട്ട് ഈക്വൽ ടു 0. പിന്നെ നമ്മൾ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഇതാണ് ഇപ്പൊ നമ്മുടെ ഫംഗ്ഷൻ. Then by formal definition of the derivative we get limit delta x tends to 0 delta y by delta x which is equal to limit delta x tends to 0 minus 1 x into x plus delta x. ഇവിടെ നമ്മൾ റീപ്ലേസ്മെന്റ് റൂൾ യൂസ് ചെയ്തു. ബൈ റീപ്ലേസ്മെന്റ് റൂൾ നമ്മൾ ഡെൽറ്റ എക്സിന് എന്താ കൊടുക്കുക? 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡെൽറ്റ എക്സ് 0, ബാക്കി എക്സ് ഇൻറ്റു എക്സ് വരും, എക്സ് സ്ക്വയർ വരും അല്ലേ. ഇവിടെ ഞാൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് തന്നെ കേട്ടോ. ഇവിടെ നമുക്ക് എക്സ് നോട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. തൽക്കാലം ഞാൻ എക്സ് നോട്ട് ഇടുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് 0 ആയപ്പോൾ ഇവിടെ എക്സ് നോട്ട് സ്ക്വയർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് 0 ആയപ്പോൾ മൈനസ് 1 എക്സ് നോട്ട് സ്ക്വയർ എന്ന് കിട്ടും. സോറി സ്ക്വയർ ആയി. അപ്പൊ ഇതാണ് നമ്മുടെ 1/xന്റെ ഡെറിവേറ്റീവ്. ഇത് തന്നെയാണല്ലോ നമുക്ക് കിട്ടാറ്. മൈനസ് 1/x സ്ക്വയർ എന്ന് പറയുന്നതാണ് അതിന്റെ ലിമിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്കസ് ദ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് y ഈക്വൽ ടു mod x.
y ഈക്വൽ ടു mod x എന്ന് പറഞ്ഞ ഫംഗ്ഷന് ഡിഫറൻഷ്യബിലിറ്റി ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് എഴുതുക. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x, ദെൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു mod x എന്ന് പറയുന്നതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതാം. mod x എന്ന് പറയുന്നത് എന്താ, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് തന്നെ അല്ല, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അടുത്തത് എക്സ് നെഗറ്റീവ് ആകുമ്പോൾ -x ഈക്വൽ ടു ഇല്ല. ഇതാണ് നമ്മുടെ mod x എന്ന് പറയുന്നത് അല്ലേ. ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 mod x ഈക്വൽ ടു എക്സ്, എക്സ് ലെസ് ദാൻ 0 mod x -x ആണ്. അപ്പോൾ ഇനി ഫസ്റ്റ് കേസ് നോക്കുക. ഫോർ എക്സ് ലെസ് ദാൻ 0 എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ എക്സ്. അപ്പോൾ ഇവിടെ എക്സ് നോട്ട് കൊടുക്കുന്നില്ല, എക്സ് മാത്രമേ ഉള്ളൂ. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിന്റെ വാല്യൂ കൊടുക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്ന കേസിലാണ് എഫ് ഓഫ് എക്സ് വേണ്ടത്. അപ്പോൾ മൈനസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇപ്പോൾ ഇവിടെ പ്ലസ് ആയി, ഇവിടെ മൈനസ്, അത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ബാക്കി മൈനസ് ഡെൽറ്റ എക്സ് ആണുള്ളത് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 മൈനസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ്. എന്ത് കിട്ടി? -1 കിട്ടി. -1. ഇനി അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യുടെ കേസ്. അപ്പോൾ therefore എഫ് ഡിഫറൻഷ്യബിൾ ആണല്ലോ, എഫ് ഡാഷ് ഓഫ് എക്സ് -1 ആണ് കിട്ടി. എവിടെയാണ്? എക്സ് ലെസ് ദാൻ 0യിൽ. therefore എഫ് ഈസ് ഡിഫറൻഷ്യബിൾ for all x less than 0 and f dash of x എന്താണ് ഇവിടെ? -1 ഈ കേസിൽ കിട്ടിയത് ഫോർ ഓൾ എക്സ് ലെസ് ദാൻ 0. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 0യുടെ കേസ് നോക്കുക. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0 എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ ലിമിറ്റ് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്? എക്സ് ആണ് അല്ലേ. മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് കണ്ടത്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വരും മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് വരും, ഒരു ഡെൽറ്റ എക്സ് അവിടെ ബാക്കി വരും. അപ്പോൾ എക്സും പോയി, ബാക്കി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ്. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0യും എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0യും ആയതുകൊണ്ടാണ് കേട്ടോ.
എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഫംഗ്ഷൻ വാല്യൂ ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് തന്നെ വന്നത്. നമ്മൾ ആ മോഡ് എക്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതില്ലായിരുന്നു, അത് വെച്ചിട്ടാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ ഏത് റൂളാണ് യൂസ് ചെയ്തത്? ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 1 കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ റൂൾ വെച്ചിട്ട് ആണ് ഇവിടെ ചെയ്തത്. ഇനി എക്സ് ഈക്വൽ ടു 0 നമ്മൾ വേറെ ചെക്ക് ചെയ്യണം. ഫോർ എക്സ് ഈക്വൽ ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആദ്യം കാണാം. അതിനുശേഷം നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കാണാം. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെ അല്ലേ? 0 ഫംഗ്ഷന്റെ വാല്യൂ മോഡ് എക്സ് എന്ന് പറയുന്നത് 0 തന്നെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. എഫ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്താ? ഡെൽറ്റ എക്സ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതണം അല്ലേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റി എഴുതാൻ പോവാണ്. എഫ് ഓഫ് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ മോഡ് ഡെൽറ്റ എക്സ് എന്ന് എഴുതാം അല്ലേ? ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ മോഡ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് ഡെൽറ്റ എക്സ് ആയതുകൊണ്ട് മോഡ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ മോഡ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരുന്നു മോഡ് എക്സിനെ. അതുപോലെ മോഡ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആവും എപ്പോഴാ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ അല്ല മൈനസ് ഡെൽറ്റ എക്സ് ആവും. ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ അല്ലേ? ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഉണ്ടല്ലോ അല്ലേ? ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് 1 ഇഫ് ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ മൈനസ് 1 ഇഫ് ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ എക്സ് 0 ആകുമ്പോൾ 0 ആകുമ്പോൾ ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് പറയാം. ഡെൽറ്റ എക്സ് 0 ആകുമ്പോൾ ഡിഫൈൻഡ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 കേസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേത് പിന്നെയും നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിൽ മാത്രമേ ഇപ്പൊ നമുക്ക് ഇത് എഴുതാനായിട്ട് പറ്റുള്ളൂ. മോഡ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ 0 വരും, ഇവിടെ 0 വരും. അപ്പൊ ആ ഡെൽറ്റ എക്സ് ഡിനോമിനേറ്റർ ഡെൽറ്റ എക്സ് ആയതുകൊണ്ട് നമുക്ക് അവിടെ ഈക്വൽ ടു 0 ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. താഴെ മേലെയും ഡെൽറ്റ എക്സ് അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയി പോകുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 പറഞ്ഞിട്ടില്ല. ഡെൽറ്റ എക്സ് ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 ആണ് നമ്മൾ വാല്യൂ ഇവിടെ പറഞ്ഞേക്കുന്നത്. കാണുന്നില്ല അല്ലേ? അപ്പൊ ഇത് നമുക്കിത് അതിന്റെ കൺക്ലൂഷനിലേക്ക് എത്താം. നമുക്ക് the difference quotient delta y by delta x is not defined for delta x equal to 0. അപ്പോൾ ഞാനിവിടെ ആദ്യം എഴുതിയപ്പോൾ ഞാൻ എഴുതി, പക്ഷേ ഇവിടെ ഡെൽറ്റ എക്സ് 0 വരുമല്ലേ അല്ലേ? ഡെൽറ്റ എക്സ് 0 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിനോമിനേറ്ററും ഡെൽറ്റ എക്സ് ആവുമ്പോൾ നമുക്ക് ആ വാല്യൂ കണ്ടെത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റ എക്സ് 0 ആവുന്ന കേസിൽ വാല്യൂ ഇല്ലാത്തത്. സിൻസ് ഫോർ എനി റിയൽ നമ്പർ ഡെൽറ്റ എക്സ് ലെസ് ദാൻ 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്താണ്? ഈക്വൽ ടു -1 അല്ലേ?
and for any real number delta x greater than 0, delta y by delta x equal to 1. There is no, അപ്പോൾ രണ്ട് ഈ ഡെൽറ്റ എക്സിന്റെ ലെഫ്റ്റിലേക്കും ഡെൽറ്റ എക്സിന്റെ റൈറ്റിലേക്കും എന്ത് വരും, ഫംഗ്ഷൻ വാല്യൂ ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഡെൽറ്റ എക്സിനുള്ള ആ ലിമിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനാണ് ഡിഫറൻസ് കോഷ്യന്റ് കണ്ടുപിടിച്ചത്. അപ്പൊ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0യുടെ കേസിൽ നമുക്ക് അവിടെ ആ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. മോഡ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്തത് കൊണ്ട് അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ അപ്രോച്ച് ചെയ്തു 0യിലോട്ട്. അപ്പൊ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് -1ഉം റൈറ്റിൽ നിന്ന് 1ഉം കിട്ടി. അപ്പൊ ഒരു റിയൽ നമ്പറിലോട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയാം. ഇതിന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. There is no real number L which is approximated by delta y by delta x as delta x approaches 0 from both sides of 0. അപ്പോൾ എക്സിന്റെ ബോത്ത് സൈഡിൽ നിന്നും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അതൊരു സെയിം ഒരു കോൺസ്റ്റന്റ് റിയൽ നമ്പറിലേക്കല്ല അത് അപ്രോച്ച് ചെയ്യുന്നത്, രണ്ട് ഡിഫറെന്റ് റിയൽ നമ്പേഴ്സിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് ലിമിറ്റ് ഇല്ലെന്ന് പറയാം. ഹെൻസ് നമുക്ക് എന്താ പറയാ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയത്. അതിനു വേണ്ടിയാണ് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് കണ്ടുപിടിച്ചത്. ഡെൽറ്റ ഡസ് നോട്ട് എക്സിസ്റ്റ് എപ്പോഴാ, വെൻ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോഴും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലെസ് ദാൻ 0 ആകുമ്പോൾ ലിമിറ്റ് -1ഉം ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ 1ഉം ആണ്. ഈക്വൽ ടു 0 ആകുമ്പോൾ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് അല്ലേ. ആൻഡ് സോ എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ എഫ് ബാക്കിയുള്ള സ്ഥലത്ത് ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാം, എക്സ് ഈക്വൽ ടു 0 ഡിഫറൻഷ്യബിൾ അല്ല. Therefore f is not differentiable at x equal to 0. അപ്പൊ ഇങ്ങനത്തെ പല ഫങ്ഷൻസ് വരും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടുള്ള. മോഡ് എക്സിന് പകരം ഇപ്പൊ മോഡ് x+2 ഒക്കെ ആണെങ്കിൽ അതിനെ മാറ്റി എഴുതിക്കൂടെ, എങ്ങനെ എഴുതും? ഇപ്പൊ മോഡ് x+2 ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്യുക? വിച്ച് ഈസ് ഈക്വൽ ടു -x+2 എപ്പോഴാ, x+2 ലെസ് ദാൻ 0 ആകുമ്പോൾ, വിച്ച് ഈസ് ഈക്വൽ ടു x+2 എപ്പോഴാ, x+2 ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. അപ്പൊ അതിനെ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യുക. ഇവിടെ എന്തുവരും, -x -2. ഈ 2നെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്തൊരു, എക്സ് ലെസ് ദാൻ -2 ആകുമ്പോൾ. ഇവിടെ x+2 if എക്സ് ഗ്രേറ്റർ ദാൻ -2 ആകുമ്പോൾ ഇങ്ങനെ മാറ്റി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാം. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ. അപ്പോൾ ഇനി -2ലാണ് ഇവിടെ ചിലപ്പോൾ ലിമിറ്റ് ഡിഫറൻഷ്യബിൾ അല്ലാതെ വരിക. അപ്പൊ -2ന്റെ കേസിൽ എക്സ് ഈക്വൽ ടു -2 ചെയ്ത് നോക്കണം ഇതുപോലെ. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ -2ലും എക്സ് ലെസ് ദാൻ -2ലും ചെയ്ത് നോക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ മോഡിന്റെ രീതിയിൽ വന്ന ഏത് ഫംഗ്ഷൻ വന്നാലും ഇത്രയും ചെയ്യാനേ ഉള്ളൂ.